ഇന്ന് നമുക്കേ നല്ല കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുന്ന സമയത്ത് 20 ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 10 പച്ചമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായി കിട്ടുമ്പോഴാണ് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി കിട്ടുന്നത്. അപ്പോൾ അതുവരെ വഴറ്റിയെടുക്കണം. അങ്ങനെ വഴന്ന് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് എളുപ്പത്തിൽ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ കുക്കായി കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യും അതുപോലെ കസുകസും കൂടി പേസ്റ്റ് ആക്കി എടുത്തതാണ്. ഒരു 8 കാഷ്യും അതുപോലെ 1 ടേബിൾ സ്പൂൺ കസുകസും കൂടി, വെള്ള കസുകസ് ഉണ്ടല്ലോ, അതുകൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ചോറിനും കൂടി വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂണോളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പേസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചോറിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇറച്ചിച്ചോറിന് വേണ്ട ചിക്കൻ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മട്ട റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 കിലോ മട്ട റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇനി നമ്മളിത് പ്രഷർ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, ഈ നെയ്യിന് പകരം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 4 കരയാമ്പൂ, 4 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം,
1/4 ടീസ്പൂൺ കുരുമുളക് എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കിപ്പോൾ ഞാൻ ഏകദേശം 4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി 1 കപ്പ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 8 കാഷ്യൂസും കുറച്ച് വെള്ളക്കസകസും കൂടി അരച്ചെടുക്കണമെന്ന്, പേസ്റ്റാക്കി വെക്കണമെന്ന്. ആ ഒരു പേസ്റ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. മട്ട റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു കണക്കിനാണ്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കേട്ടോ. ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആ ചേർത്ത് കൊടുത്ത വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണോളമെങ്കിലും ആ ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കണം. എന്നാലാണ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മട്ട റൈസ് ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്ത് എടുക്കാം. ചിക്കൻ മസാല തയ്യാറാക്കി വെച്ചത് അതിലേക്ക് നമ്മൾ ഈ റൈസ് ഉണ്ടല്ലോ, റൈസ് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മുടെ 4 വിസിലാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചത് പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല എപ്പോഴും തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇറച്ചിച്ചോറ് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള പാത്രത്തിന് വേണം ഈ ഒരു ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ. എന്നിട്ട് കുക്കറിൽ റൈസ് റെഡിയാക്കി എടുത്ത ശേഷം ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ദമ്മിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു നമ്മുടെ കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഇനി ഇറച്ചിച്ചോറിൻ്റെ കൂടെ പുളിങ്കറിയും അതുപോലെ സാലഡും അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.